ാണ് प्रिय भाइयों, प्रभु ने हम लोगों को फिर से एक अच्छा अवसर दिया है। നമ്മൾ ഇന്ന് ആ, ദൈവവചനത്തിൽ ഒരുപാട് മർമ്മങ്ങൾ എന്നുള്ള പദം ഉപയോഗിച്ച് ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. हम लोग प्रभु का वचन को अगर ध्यान देंगे तो भेद करके बहुत बार बाइबल में भेद करके शब्द इस्तेमाल किया गया है। അത് രഹസ്യമായി വെച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ മർമ്മങ്ങളായി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് എടുക്കുന്നുള്ളൂ. तो भेद यानी कि ऐसा चीजें जो छुपी हुई थी, लेकिन प्रभु ने हमको प्रकट करके दिया, जो हमें ढूंढ कर उसको समझना है। उसमें से बहुत से बातें हैं, लेकिन उसमें से एक दो बातें आज हम लोग का अभ्यास करेंगे। അതിൽ നമ്മൾ 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അധർമ്മത്തിന്റെ മർമ്മം എന്നൊരു എന്ന് അവിടെ നമ്മൾ അധർമ്മത്തിന്റെ മർമ്മം. दूसरा तिस्सलुनी 2 का 7 हम लोग पढ़ते समय में वहां पर अधर्म का भेद के विषय में वहां पर हम पढ़ते हैं। കൂടുതലും ദൈവികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് മർമ്മം ആയിട്ട് പറയുന്നത്. എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ ആ, സാത്താനോടുള്ള ബന്ധത്തിൽ മർമ്മമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് നോക്കാം. तो बाइबल में जब भी भेद का शब्द हमेशा अच्छी बात के लिए या परमेश्वर के गुणों के संबंध के विषय में है, भेद का शब्द इस्तेमाल करके बात किया गया है। लेकिन ऐसे भी जगह पर है, एक दो जगह पर, जहां पर शैतान के विषय में भी बोला गया है कि किस रीति से वो एक भेद है करके कहता है। उसके विषय में आज थोड़ा हम मनन करेंगे। അപ്പൊ നമുക്ക് 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അതിന്റെ 2 തെസ്സലോനിക്ക 2-ന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ആദ്യം വായിക്കുന്നത് ആ, അവിടെ ആ, ഈ അധർമ്മത്തിന്റെ മർമ്മം. അധർമ്മം എന്ന് പറഞ്ഞാൽ അത് ആ, അതിന്റെ വ്യാപ്തിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഇടവരട്ടെ. കാരണം അധർമ്മം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ അത് എത്രത്തോളം വ്യാപ്തിയുള്ളതാണ്. അധർമ്മം എന്ന് പറയുന്നതിന്റെ അകത്താണ് പാപം വരുന്നത്. പാപം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അധർമ്മം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷനും കൂടെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ तो നമ്മള് ആ, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച്, അപ്പം ആ, ദൈവം എന്ന് നടിക്കുന്ന ഒരു ഒരു ഭാവമുണ്ട്. അല്ലെങ്കിൽ അതിനെയാണ് ഇവിടെ അധർമ്മത്തിന്റെ ശക്തി അല്ലെങ്കിൽ അധർമ്മത്തിന്റെ മർമ്മം എന്ന് ഇവിടെ പറയുന്നത്. अधर्म के विषय में हमें बहुत ही गहराई रीति से जानना बहुत जरूरी है। तो वो अधर्म के विषय में ही पढ़ते समय में पाप का बातों को भी हम उसमें समझ पाते हैं। तो यहाँ पर शैतान को जब अधर्म के बारे में बोलते समय में वो किस विषय में है, अगर हम देखेंगे तो वहां पर हम लोग उसके लिए दूसरा तिस्सलुनी 2 का 4 पढ़ना जरूरी है। तो उसमें हम पढ़ते समय में वो विरोधी जो शैतान याके क्या करता है, वो परमेश्वर के मंदिर में जाकर बैठकर वो ये कहने लगता है कि मैं खुद परमेश्वर हूँ और मेरा आराधना करो बोलकर इस रीति से अपने आप को परमेश्वर का तुलना कर कर मंदिर में बैठने का कार्य करता है। इस विषय को वाक्य 4 में वो पढ़ते समय में है, वाक्य 7 में अधर्म का भेद को कहा गया है। ഉം. അപ്പൊ നമുക്ക് ഈ അധർമ്മം അല്ലെങ്കിൽ ഈ ദൈവം അല്ലാതിരിക്കെ ദൈവം എന്നൊരു ഭാവം നടിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ലോലെസ്നെസ് എന്ന് ചിലടത്ത് പറയുന്നുണ്ട്, ചിലടത്ത് പറയുന്നത് ഇന്നിക്വിറ്റി എന്ന് ചിലടത്ത് പറയുന്നുണ്ട്. ആഹ് ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ വരുന്ന ഒരു ഒരു അർത്ഥത്തിലാണ് അധർമ്മം എന്ന്, ട്രാൻസ്ഗ്രഷൻ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. तो वहां पर तो वो जो जो वो परमेश्वर नहीं है, फिर भी वो अपने आप को ये बताता है कि वो परमेश्वर है करके, उस रीति से सोचने वाला गलती वो शैतान कर रहा है, जिसको है हम बाइबल में अधर्म का विषय में, यानी कि उसने ऐसा कुछ गुनाह कर दिया है जो जो वो है नहीं, लेकिन अपने आप को वो उनका नाटक करके बता रहा है कि वो है। അപ്പൊ എന്താണ് അത് മർമ്മമായിരിക്കുന്നത് എന്നുള്ളത് പുതിയ നിയമത്തിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. तो वो भेद कैसा है करके नए नियम में पढ़ते समय में हम देख सकते हैं, मतलब वचन उसको प्रकट किया है। അപ്പോൾ ഈ അധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിലും ആ അർത്ഥത്തിലാണ് പാപത്തെ ഗണിച്ചു വരുന്നത്. तो अधर्म करके विषय में बोलते समय कि यानी कि कुछ पाप का कार्य करना, गुनाह करने के विषय के संबंध में यहाँ पर लिखा गया है। അപ്പൊ നമുക്ക് ആദ്യമായിട്ട്
ആ, ആ, എങ്ങനെയാണ് പാപം ഉളവായത്? പാപം അതിൽ തന്നെ ഉളവായതല്ല. അത് ആ, അത് അധർമ്മം എന്ന് പറയുന്നതിന് ഒരു വകഭേദമായിട്ടാണ് പാപത്തെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. तो उसके लिए इसी के साथ साथ धर्म के साथ साथ पाप क्या है हमें समझना जरूरी है। पाप अपने आप में उत्पन्न नहीं हुआ था। पाप वास्तव में अधर्म से उत्पन्न हुआ बात है। अधर्म का एक शाखा है पाप। അപ്പൊ അതെങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെ അത് ആവിർഭവിച്ചു, അത് എവിടെ നിന്നുണ്ടായി, അതിന്റെ ഉൽപ്പത്തി എവിടുന്നാണ് എന്നുള്ളത് നമുക്ക് എസെക്കിയേൽ പ്രവചനം 28 അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സോ वो രാജാവ് എന്ന് പറയുന്ന ഒരാളിലാണ് തുടങ്ങുന്നത്. പക്ഷെ അവിടെ ചെന്ന് അവസാനിക്കുന്നത് ലൂസിഫറിലാണ്. അപ്പൊ അവിടെ ചില സവിശേഷതകൾ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. तो वो हम जहाँ पर अधर्म का विषय का शुरुआत या पाप का शुरुआत को अगर हम देखते समय में कहाँ से शुरू हुआ है, वो कहाँ से कहाँ पर आया, अस्तित्व में आया करके उसके बारे में अगर हमें जानना है तो हमें एजेकिएल का पुस्तक 28वां अध्याय में पढ़ेंगे। तो दोस्त जब पढ़ते समय में वहां पर एक शोर राजा के बारे में वहां पर बताया गया है। भले ही वो शोर राजा उधर के राजा के बारे में बताया गया है तो भी वो अंत में आते समय में लूसीफर यानी कि शैतान को के विषय में बोलकर संबोधना किया गया है। അപ്പൊ നമുക്ക് ഈ അധർമ്മം എന്നുള്ള ആ പദം, അതിനെ അൺറൈച്ചസ്നെസ്, വിക്കറ്റ്നെസ്, ഇന്നിക്വിറ്റി, ഇങ്ങനെ എല്ലാ പദങ്ങളും പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കത് സാത്താനോടുള്ള ബന്ധത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ എസെക്കിയേൽ പ്രവചനം 28-ന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഒരു വിവരം അവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. तो अधर्म करके शब्द बोलते समय में बहुत बार बाइबल में अधर्म को गुनाह करना, अपराध करना, कुछ गलती करना या बुराई होना या दुष्टता करना, ऐसा अलग अलग पद को इस्तेमाल किया गया है। परंतु शैतान के विषय में जब वो एक गलती करते समय में किस रीति से उसको बताया गया है करके एजेकिएल 28 का 15-16 पढ़ते समय में हम देखते हैं। അപ്പൊ അവിടെ അതിന്റെ 15 നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കാണുന്നത് വരെ, ആ നീതികേടിനെയാണ് അധർമ്മം എന്ന് പറയുന്നത്. ചില 15 पढ़ेंगे। जिस दिन से तू सिरजा गया और जिस दिन तक तुझमें कुटिलता न पाई गई। हाँ, तो कुटिलता करके जो शब्द है उसी को वहां पर हम अधर्म का शब्द वहां पर को हम देखते हैं। तो कुटिलता का जो शब्द का अर्थ है अधर्म। അപ്പൊ അതുവരെ ലോകത്തിലോ പ്രപഞ്ചത്തിലോ സൃഷ്ടിയിലോ ഇല്ലാതിരുന്ന ഒരു നെഗറ്റീവായ ദൈവത്തിന്റെ ആളത്വത്തിന് എതിരെ നിൽക്കുന്ന, നേരിട്ട് ദൈവത്തെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് ഇവിടെ നീതികേട്. ദൈവ നീതിമാനായിരിക്കുമ്പോൾ നീതികേടുള്ള ഒരു അസ്തിത്വം ഉത്ഭവിക്കുന്നു. അത് ദൈവം സൃഷ്ടിച്ചതല്ല, അവനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. പക്ഷെങ്കിൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ, ആ നീതികേടിനെയാണ് ഇന്നിക്വിറ്റി എന്നോ അധർമ്മം എന്നോ ഒക്കെ ഈ നമ്മള് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ച അതേ പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. तो ये एक ऐसा कुटिलता थी या ऐसा ही गलती जो शैतान ने किया, जो उस समय तक किसी ने जीवियों ने कोई भी परमेश्वर के खिलाफ किया नहीं था। तो ये अधर्म का स्वभाव उसके पहले तक नहीं था। अभी परमेश्वर जो है धर्मी परमेश्वर है, तो ये धर्मी परमेश्वर का स्वभाव के विरुद्ध खड़ा हुआ एक बात है अधर्मी का स्वभाव, जो अधर्म करने का स्वभाव, जो शैतान में से उठकर आया और जो परमेश्वर के खिलाफ बलवा करने के लिए, परमेश्वर के खिलाफ रहकर कार्य करने का स्वभाव को दिखाता है। तो जब जब परमेश्वर ने उसको बनाया था, परमेश्वर ने तो उसको सीधा बनाया था और परमेश्वर की महिमा को प्रकट करने के लिए बनाया था। परंतु क्या हो गया, एक दिन उसके अंदर कुटिलता पाई गई। कुटिलता यानी कि अधर्म का स्वभाव उसमें प्रकट हुआ। അപ്പൊ അതിന്റെ 16 വാക്യത്തിൽ വായിക്കുകയാണ്, 16 में हम पढ़ते हैं, ഇതിന്റെ അന്തർഭാഗം എന്ന് പറയുന്നത് സാത്താൻ ഒരു ദേഹിയുണ്ട്, അപ്പോൾ തന്നെ അവൻ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്, അവന് സ്പിരിറ്റ് ബീയിങ് ആണ്. അപ്പൊ സാത്താൻ എന്ന സ്പിരിറ്റ് എന്തായി തീർന്നു? നിഗളമുള്ള, അല്ലെങ്കിൽ അവിടെ വയലൻസ് എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ, എന്നാൽ ചിലയിടത്ത് അത് എഴുതിയിരിക്കുന്ന പ്രൈഡ് അല്ലെങ്കിൽ നിഗളം വന്നു. അപ്പൊ നിഗളമാണ് ഈ അധർമ്മമായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്. നിഗളം അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ ഇന്നിക്വിറ്റി, ഇതെല്ലാം ഒരേ പദത്തിന്റെ, സിൻ എന്നൊരു ഭാഗം അല്ലത്. കാരണം അവിടെ സിന്നെന്ന് പറയുന്നില്ല, അതേ സമയത്ത് അവിടെ പറയുന്നത് ഇതാണ്, അതായത് ഇന്നിക്വിറ്റി അല്ലെങ്കിൽ വയലൻസ്. അപ്പൊ അതാണ് അതൊരു വടവൃക്ഷം പോലെ, അല്ലെങ്കിൽ ഒരു മറ്റുള്ള ദോഷങ്ങൾ കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ, ഒരു വൃക്ഷമായിട്ട് അതിന്റെ അടിവേരായിട്ട് ഉള്ള പാപത്തിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് നിഗളം എന്നായിട്ടാണ് നമ്മൾ ഇവിടെ എസെക്കിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത്. അത് ഉരുവായത് സാത്താനിലാണ്. 16 पढ़ेंगे शुरुआत।
परंतु लेन देन की बहुतायत के कारण तो उपद्रव से भरकर पापी हो गया। तो देखो, उपद्रव से भरकर तू पापी हो गया करके करके शब्द यहाँ पर बोलते समय में अंग्रेजी बाइबल में पापी करके वाक्य इस्तेमाल नहीं किया है, बल्कि उपद्रव से भरकर वो एक अपराधी बन गया और वो परमेश्वर के खिलाफ गुनहगार वो हो गया। तो यहाँ यहाँ पर तभी भी तो ये शैतान जो था, जो सबसे पहला परमेश्वर के खिलाफ अपराध कर कर अधर्म का स्वभाव से वो भरा हुआ था। तो ये शुरुआत ही है, यहाँ से आरंभ होता है शैतान का जो ये अधर्म का ये स्वभाव से है। आगे चलकर पाप का वो रूप रूप का अवस्था को हम देखते हैं। तो शैतान ने जो भी ये अधर्म का काम किया, ये वो पहला वृक्ष है जिससे बढ़कर 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 आगे चलकर पाप का कारण होने का अवस्था हुआ। तो ये शैतान था जो शुरुआत में सबसे पहला अधर्म करके अपराध किया। അപ്പോൾ അവിടെ എസെക്കിയേൽ 28:2 വായിക്കുമ്പോൾ അവിടെ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിന്റെ ഹൃദയം അല്ലെങ്കിൽ അന്തർഭാഗം എന്തായി നിറഞ്ഞു, അത് പ്രൈഡായിട്ട് അല്ലെങ്കിൽ നിഗളമായിട്ട് തീർന്നു. 28:2. उसका 2 पढ़ेंगे। हे मनुष्य की संतान, सोर के प्रधान से कहा, परमेश्वर यहोवा यूं कहता है कि तूने मन में फूल कर यह कहा है। तो यहाँ पर भले ही सौर राजा के विषय में बोला है, तो भी वो शैतान को के संबोधित करके वहां पर बोला गया है। तो तेरा मन फूल गया करके बोलते समय में शैतान जो है वो एक आत्मिक जीवी है, परंतु उस आत्मिक जीवी में भी एक प्राण है, यानी कि वो एक व्यक्तित्व है, उसमें एक अस्तित्व है, उसमें एक पहचान है। तो वो घमंडी हो गया, उसमें फूल कर वो अहंकारी हो गया। അപ്പോൾ അപ്പം അവൻ്റെതായിരിക്കുന്ന ജ്ഞാനം കൊണ്ടും ധനം കൊണ്ടും ഭൗമികമായ പല കാര്യങ്ങൾ കൊണ്ടും അവന്റെ ഹൃദയം പ്രൈഡായിട്ട് തീർന്നു. അതാണ് അടിസ്ഥാനപരമായിട്ട് പാപം എന്നൊരു വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ ദൈവം പഴയ നിയമ ബന്ധത്തിൽ അതിന്റെ റൂട്ട് വേണമെന്ന് പറയുന്നത് നിഗളമാണ്. നിഗളത്തിന് പരിഹാരം വരുത്താനാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന ക്രമീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതെങ്ങനെ ഉണ്ടായി എന്നും ഈ പാപത്തിന്റെ എല്ലാ അടിസ്ഥാനം നിഗളമാണെന്നും അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞു. അതാണ് അധർമ്മത്തിന്റെ വ്യാപാരം. അതിനൊരു ശക്തിയുണ്ട്. അതാണ് അധർമ്മത്തിന്റെ വ്യാപാരം ഇപ്പോൾ വ്യാപരിക്കുന്നു. ലോലെസ്നെസ്, അല്ലെങ്കിൽ ദൈവത്തിന് നേരെയുള്ള, ദൈവത്തോട് നേരെ ഡയറക്റ്റ് ആയ, ദൈവ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ഒന്നാണ് നിഗളം. तो शैतान क्या होगा? घमंड, उसको ज्ञान की और बुद्धि में बढ़ोतरी होने की वजह से लेन देन करके उसने धन को बढ़ाकर उसके अंदर घमंड का स्वभाव आ गया। तो ये है, यहाँ पर है सबसे पहला अधर्म का स्वभाव जो प्रकट हुआ है, वो है घमंड। तो पुराने नियम यानी कि पाप करके जो शब्द आगे चलकर कारण होने का, उसका मूल कारण है घमंडी होने का स्वभाव से उत्पन्न हो, उसका परिणाम है आगे चलकर पाप हुआ। तो इसके लिए तो अधर्म का जो गलती जो शैतान ने किया वो क्या है? लेन देन कर कर वो घमंडी होकर परमेश्वर के खिलाफ बलवा कर सके, परमेश्वर के खिलाफ वाला, परमेश्वर के विरुद्ध वाला स्वभाव आ सके, ऐसा स्वभाव में वो बदल गई। इसलिए वहां पर हम पढ़ते हैं अधर्म का भेद करके बोलते हैं समय में इस रीति से है, क्योंकि वो अधर्म एक भेद रीति से उसने वो कार्य किया था। അപ്പൊ 1 യോഹന്നാൻ 3:4 യോഹന്നാൻ അപ്പോസ്തലൻ ശരിക്കും അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പാപം എന്ന് ജനറലായിട്ട് പറയുന്നെങ്കിലും അത് അധർമ്മമാണ്, അല്ലെങ്കിൽ അത് പ്രൈഡാണ്, അല്ലെങ്കിൽ അത് നിഗളമാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. 1 യോഹൻ 3:4 पहला यूहन्ना 3:4 पढ़ते समय में यूहन्ना भले ही उसको पाप को विषय में बोला गया है, तो भी परंतु उसके पीछे का वो पाप का जो पीछे का शब्द अगर हम देखा जाए तो वो वास्तव में घमंड है। तो वो घमंड क्या है? परमेश्वर का व्यवस्था को तोड़ने का स्वभाव है, उस घमंड में है। അത് ട്രാൻസ്ഗ്രഷൻ അല്ലെങ്കിൽ ഇനിക്വിറ്റി എന്ന് പറയുന്നത് നിഗളം. അതാണ്. അപ്പൊ ആ നിഗളത്തിനാണ് കർത്താവ് പരിഹാരം വരുത്തേണ്ടത്. അത് നമ്മളെ യെശയ്യാവിന്റെ പുസ്തകം നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് വരും. അപ്പോൾ जो पाप करता है वो परमेश्वर के व्यवस्था के विरुद्ध रहता है। तो ये पाप करना ही है, अधर्म का स्वभाव से आया है। और पाप क्या था? वो कि वो अहंकारी हो गया था, घमंडी हो गया था, परमेश्वर के खिलाफ बलवा करने का स्वभाव। तो इसका हल था परमेश्वर ने पुराने नियम में यशायाह का पुस्तक में पढ़ते समय में हम लोग उसके आगे चलकर हम देखेंगे किस रीति से प्रभु ने इस घमंड का हल निकाला, यानी पाप का हल निकाला, मतलब घमंड का विषय में उसे हल निकाला करके हम पढ़ते हैं। അപ്പം കർത്താവായ യേശു ക്രിസ്തു ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, ഒരു മനുഷ്യൻ തന്നെത്താൻ അല്ലെങ്കിൽ ഒരു ജീവി തന്നെത്താൻ ഉയർത്തി ദൈവത്തിന് ഡയറക്റ്റ് ആയിട്ട് എതിരെ നിൽക്കുമ്പോൾ ആ നിഗളം എന്ന പാപം
മനുഷ്യവർഗത്തിലെല്ലാം വന്നപ്പോൾ അതിന് പരിഹാരം വരുത്താനായിട്ടുള്ള, അതിന് ബദലായിട്ടുള്ള ദൈവത്തിന്റെ സംവിധാനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന മർമ്മമാണ് ഭക്തിയുടെ മർമ്മം. അല്ലെങ്കിൽ നമ്മളത് എഫേസ്യ ലേഖനം 1 തീമോഥെയോസ് 3:15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അധർമ്മത്തിന്റെ മർമ്മത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ദൈവം കൊണ്ടുവന്ന ദൈവത്തിന്റെ താഴ്മയുടെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പരിഹാര മാർഗമാണ് നമ്മൾ 1 തീമോഥെയോസ് 3:15-16 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഭക്തിയുടെ മർമ്മം നമ്മൾ വായിക്കുന്നത്. तो जब हम देखते हैं कि जब सारा सृष्टि यानी कि शैतान ने जब परमेश्वर के खिलाफ बलवा कर कर अपराध उसने किया, जिसके वजह से अधर्म का दशा में वो पहुंच गया, तो ये अधर्म का ये बलवा कर कर घमंडी होकर घमंड करके उसने अपराध किया, परमेश्वर की वचन को उसने तोड़कर, व्यवस्था को तोड़ने की वजह से, और आगे चलकर सारा मनुष्य जात में भी ये स्वभाव आकर सब मनुष्य जात घमंडी होकर परमेश्वर के बलवा करने वाला स्वभाव में आया, जहां पर हम देखते हैं अधर्म का भेद दुनिया में शैतान लाकर सब लोगों को बलवा में लाया। वहां पर यीशु मसीह ने अपने आप को नम्र होकर झुककर तो वो एक ऐसा स्वभाव इस दुनिया में लाया जो पिता परमेश्वर के, जो मनुष्य के स्वभाव के विरुद्ध स्वभाव है। तो जो जो अपराध का जो भेद था उसका विपरीत है। हम लोग पहला तिमोथी 3:16 पढ़ते समय में भक्ति का भेद को हम देखते हैं। ये भक्ति का भेद में स्वभाव क्या है? प्रभु ने अपने आप को नम्र कर कर, समर्पण कर कर, पिता की इच्छा में अधीन होकर जो मनुष्य करना चाहिए था वो स्वभाव को प्रभु यहाँ पर करता है, जो शैतान के स्वभाव के खिलाफ है। അപ്പം മനുഷ്യന്റെ നിഗളത്തിന്, അല്ലെങ്കിൽ ഭൂമിയിൽ വന്ന മനുഷ്യന്റെ നിഗളത്തിന് പരിഹാരം വരുത്താൻ, പരിഹാരം എന്ന് പറയുന്നതാണ് താഴ്മ. അപ്പം तो मनुष्य जात का जो अंदर घमंड जो उठकर आया है उसका हल है नम्र होना, जो यीशु मसीह नम्र होकर आया, तो घमंड को तोड़ता है नम्रता। അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മള് നമ്മുടെ ഫിലിപ്പ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. അതേ കാര്യം തന്നെ സഭയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ തീമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതിന്റെ 3:16 വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. നമ്മൾ വായിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. तो हम प्रभु का स्वभाव को जब हम देखते समय में, फिलिपियों का पुस्तक 2 में हम पढ़ते समय में 6 से हम पढ़ते हैं कि जो परमेश्वर के स्वरूप होने पर भी परमेश्वर को तुल्य ना होते हुए, बल्कि और वो क्या किया, अपने आप को नम्र होकर, दीन होकर मनुष्य का रूप लेकर आया और आज्ञाकारी होकर क्रूस का मृत्यु तक वो आज्ञाकारी होकर जिया। ये प्रभु का स्वभाव था, जो शैतान के घमंड के खिलाफ नम्रता का स्वभाव लेकर आकर प्रभु इस दुनिया में जिया। और यही शुरू का जीवन का कार्य जब प्रभु करते समय में, मंडली का बांधकाम में भी प्रभु जब इस दुनिया में आकर मंडली का कार्य के विषय में जब प्रभु ने आरंभ किया, पहला तिमोथी 16 में पढ़ते समय में हम देखते हैं कि सबसे पहला प्रभु क्या किया, भक्ति का भेद का आरंभ, अर्थात उन्होंने 3:16 में कि वह शरीर में प्रकट हुआ। അപ്പൊ കർത്താവ് ശരീരത്തിൽ വന്ന ദൈവം ആരാണ് എന്നുള്ളത് തൻ്റെതായിരിക്കുന്ന അക്ഷരീയമായ നിലയിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ സാധാരണ രൂപത്തിൽ നിന്നും ദൈവരൂപത്തിലേക്ക്, അല്ലെങ്കിൽ യേശുവിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ ആദ്യം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വന്നപ്പോൾ ആ മനുഷ്യഭാവം എന്ന് പറയുന്നത് ദൈവഭാവം നടിക്കാതെ മനുഷ്യപുത്രൻ എന്ന നിലയിലായിരുന്നു യേശുവിന്റെ എപ്പോഴുമുള്ള സംവിധാനങ്ങൾ, അവന് സംസാരം. അതാണ് നമ്മൾ ഫിലിപ്പ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. तो यीशु मसीह जब इस दुनिया में जब आते समय में, मनुष्य जात को उद्धार के लिए बचाने आते समय में, जहां पर दुनिया पूरा घमंड और अहंकार से भरा हुआ है और शैतान ने अब मैं परमेश्वर हूं करके इस रीति से ढोंग कर कर अपने आप को परमेश्वर समझकर जीने का दशा में रहते समय में, ऐसे समय में यीशु मसीह ने क्या किया, अपने आप को नम्र होकर, यानी कि जो हमने फिलिपियों को 2 में पढ़ा कि परमेश्वर होने के बावजूद भी परमेश्वर है करके उस बात को अपने वश में ना करते हुए अपने आप को नम्र होकर झुक कर मनुष्य बनकर आया। मतलब वो शैतान के समान मैं परमेश्वर हूँ ऐसा भाव किया नहीं, बल्कि उस बात को छोड़कर मैं मनुष्य हूँ बोलकर, इस रीति से बाइबल में यीशु मसीह का वर्णन करते समय में वो मनुष्य का पुत्र है करके इस रीति से वो जाना जाता था। അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കുന്നു. और फिर हम देखते हैं कि वो स्वर्गदूतों को वो दिखाई दिया। അതിനു മുമ്പേ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു. हम लोग യോഹന്നാൻ 1:14 में हम पढ़ते हैं कि वचन जो है शरीर रूप धारण लिया। അടുത്ത വാക്യം, അടുത്ത ആ ഭക്തിയുടെ മർമ്മം പറയുന്നത്, ആ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പാപി നീതീകരിക്കപ്പെടുന്ന ആ നീതീകരണം അല്ല ഇവിടെ.
പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണെന്ന് തന്റെ മനുഷ്യത്വത്തിലൂടെ വെളിപ്പെടുത്തിയ രണ്ട് സന്ദർഭങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവിടെ മത്തായി സുവിശേഷം 3:16-17 വാക്യങ്ങളിൽ കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ നീതി നിവർത്തിച്ചു, അല്ലെങ്കിൽ അധർമ്മത്തിന്റെ ഓപ്പോസിറ്റായ നീതി നിവർത്തിക്കുന്ന സ്നാനത്തിലേക്ക് അവൻ ഇറങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ടു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ, അവന്റെ താഴ്മയ്ക്ക് ചെവി കൊടുപ്പീൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. तो भक्ति का भेद का दूसरा बात को अगर हम देखते समय में वो ये है कि वो आत्मा में धर्मी ठहरा। तो ये आत्मा में धर्मी ठहरा मतलब हम पापियों के जैसा परमेश्वर ने आकर यीशु मसीह का बलिदान के द्वारा हमें धर्मी बनाया, वो अर्थ में नहीं है, बल्कि प्रभु यीशु मसीह ने धार्मिकता का बात को पूरा कर कर प्रभु का सत्य को प्रकट किया है, उस अर्थ में कहा गया है जो आत्मा इसका गवाही देकर कहता है। तो मत्ती का पुस्तक 3 अध्याय में पढ़ते समय में जब यीशु मसीह का बपतिस्मा होकर जब वो उठा तो वो यीशु ने पहला यूहन्ना बपतिस्मा को क्या कहता है कि इस रीति से परमेश्वर का धार्मिकता को पूरा करना है। तो धार्मिकता को पूरा करने के लिए था यीशु मसीह वहां पर पानी का बपतिस्मा लिया। शैतान क्या किया, उसने अधर्म किया, अधर्म का बात एक किया, तो उसके विरुद्ध का काम था यीशु ने किया, वो है धार्मिकता का बात को, धर्म की बात को पूरा करके। और इस रीति से वो पूरा कर कर जब वो बपतिस्मा लेकर जब वो पानी से उठकर आया तो पवित्र आत्मा ने क्या गवाही दिया कि ये पिता परमेश्वर गवाही देता है कि ये मेरा प्रिय पुत्र है और इसकी सुनो। इसका क्या सुनना है कि यीशु मसीह ने जो धार्मिकता का कार्य करने के लिए जो जो बातों को स्थापना किया है, वो धर्म की बातों की यीशु के द्वारा तुम सुनो, वो है पवित्र आत्मा में धर्मी ठहराया, यानी कि वो गवाही हमको मिला कि यीशु ही धर्मी है, इसकी बात सुनो। അപ്പൊ സാത്താൻ നിഗളിയായി തീർന്ന് മനുഷ്യരിലേക്കെല്ലാം നിഗള സ്വഭാവം കൊണ്ടുവന്ന് എല്ലാ മനുഷ്യരും ദൈവത്തിന് എതിരെ ആര് നീതിമാനില്ല, എല്ലാവരും നിഗളികളാണ്, അല്ലെങ്കിൽ പാപികളാണെന്ന അർത്ഥം നിഗളികളാണ് എന്നുള്ള അർത്ഥത്തിലായപ്പോൾ ഒരു മനുഷ്യൻ താഴ്മയുള്ളവനായി പരസ്യമായിട്ട് വെളിപ്പെടുകയാണ്, ഇവൻ നീതിമാനാണ്, അവൻ അധർമ്മത്തിന് ഓപ്പോസിറ്റ് ആയ താഴ്മയാകുന്ന നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. तो आप तो शैतान ने जब अधर्म कर कर यानी कि अपराध करके गलती गुनाह करने के बाद जब अहंकार से वो भर गया और अहंकार करके पाप करने लगा आगे चलकर, ये अहंकार में उसने सारा मनुष्य जात को भी उसी अहंकार में गिरा दिया, जिसकी वजह से हम वचन में पढ़ते समय में धर्मी कोई नहीं, एक नहीं, बल्कि सब मनुष्यों ने पाप करके परमेश्वर के धार्मिकता से दूर हो गया। तो पाप किया मतलब क्या, सब मनुष्य घमंडी हो गए, सब मनुष्य अहंकारी होकर परमेश्वर की धार्मिकता से दूर हो गया। ऐसे अवस्था में परिस्थिति में है प्रभु यीशु मसीह मनुष्य बनकर आकर अपने आप को नम्र कर कर दीन कर कर जो परमेश्वर का धार्मिकता का मान था, वो यीशु मसीह खुद अधर्म के विरुद्ध होकर धार्मिकता की बातें करने लगा। അവൻ പാപം അറിഞ്ഞില്ല എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത് നിഗളം എന്താണെന്ന് അറിയത്തേയില്ല, കാരണം അവന് താഴ്മയുടെ സമ്പൂർണമായ പര്യായമായി തന്നെത്താൻ താഴ്ത്തി അവനാണ് ഈ നിഗളത്തിന് പരിഹാരം വരുത്താനായിട്ട് ഇറങ്ങി വരുന്ന വ്യക്തിത്വം. तो दूसरा कोरिन्थी 5:21 में पढ़ते समय में वो जो पाप से अज्ञात था, मतलब पाप क्या है जानता नहीं था, उसका सही अर्थ में यह है कि वो घमंड क्या है वो नहीं जानता था। मतलब यीशु मसीह जब आया घमंड का स्वभाव में नहीं, बल्कि नम्र होकर दीन होकर, घमंड का स्वभाव क्या है वो ना जानते, उसको ना घमंड में ना रहते हुए नम्र होकर मनुष्य जात को उद्धार का बात को उसने कार्य को पूरा किया। അവൻ ദൂതന്മാർക്ക് വെളിപ്പെട്ടു എന്ന് പറയുന്നത് നമ്മളെ യെശയ്യാവിന്റെ പുസ്തകം 6 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തു ആരാണ്, എത്ര നിലവാരമുള്ളവനാണ്, എത്ര ഉയർന്നവനാണ്, എത്ര മഹത്വവാനാണ് എന്ന് ദൂതന്മാർക്കറിയാം. അത് അവർ കണ്ട് അവർ ആരാധിച്ച വന്യനായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ അവൻ മനുഷ്യനായിട്ട് വന്നപ്പോൾ അവൻ എങ്ങനെയുള്ള വ്യക്തിയാണ് താണ രീതിയിലേക്ക് അല്ലെങ്കിൽ താഴ്മയെടുത്ത് വന്നത് എന്നുള്ളത് ദൂതന്മാർ കണ്ട് അതിശയിച്ചു പോകുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 6:1 വായിക്കുന്നത്. तो वो स्वर्गदूतों को वो दिखाई दिया करके बोलते समय में उसका मतलब क्या कि स्वर्गदूतों को यीशु मसीह का असली रूप क्या है वो लोग जानते हैं, असली स्वभाव क्या है, किस रीति से वो आराधना का योग्य है करके वो जानते हैं। इसलिए यशायाह का पुस्तक 6:1 से हम पढ़ते समय में वहां पर हम देखते हैं कि परमेश्वर जो सबसे ऊंचा सिंहासन में बैठकर सारे स्वर्गदूत लोग उसको हे पवित्र 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 करके बोलकर आराधना करने वाला, किया जाने वाला या आराधना प्राप्त करने वाला ये यीशु मनुष्य बनकर आया, तो किस रीति से नम्र हुआ, किस रीति से दीन हुआ, किस रीति से उसका परमेश्वर का गुण से नहीं अभी मनुष्य का गुण से स्वभाव में वो जाना जा रहा है करके ये बात का गवाही स्वर्गदूतों ने देखकर वो कह रहा है कि किसा यीशु का रूप किस रीति से अलग है, एक समय में आराधना का योग्य था, अभी वो मनुष्य बनकर जी रहा है। അപ്പൊ യേശു താഴ്മ ധരിച്ച് ഭൂമിയിൽ നിന്ന് വന്നപ്പോൾ അവൻ സ്വർഗത്തിൽ നിഗളിയായിരുന്നു, താഴെ ഭൂമിയിൽ താഴ്മയുള്ളവനായി വന്നു എന്ന അർത്ഥത്തിലല്ല.
സ്വർഗത്തിലുള്ള അതേ ഇതെല്ലാം അവന്റെ ആയിട്ട് പോലും നികളമില്ലാത്തവനായി താഴെ ഭൂമിയിൽ വന്നപ്പോൾ അവിടെയും അവനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാൻ ദൂതന്മാർ അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. അതാണ് നമ്മള് മത്തായി സുവിശേഷം 4:11 പിന്നെ നമ്മളെ തുടർന്ന് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്നുള്ളത്. ഈ അവർ സ്വർഗത്തിൽ മഹത്വവാനായി കണ്ട യേശുവിനെ താഴ്മയുള്ളവനായിട്ട് അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ തന്നെ അവരെ ആരാധനയ്ക്ക് യോഗ്യനായിട്ട് ദൂതന്മാർ അവനെ പരിഗണിച്ചു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. तो स्वर्गदूतों में वो दिखाई दिया करके बोलते समय में स्वर्गदूत लोगों ने जब यीशु पहला परमेश्वरत में रहते समय में, ईश्वरत में रहते समय में, तब वो घमंडी था या ईश्वरत का अहंकार था, फिर मनुष्य बन गया तो वो नम्र हुआ, वैसा वैसा नहीं स्वर्गदूतों ने देखा, बल्कि ये यीशु जब परमेश्वर रहते समय में सारा आराधना स्वीकारने के लिए योग्य परमेश्वर, वो जब मनुष्य बनकर आया तो वो जब दीनता को पहनकर जब आया तो तभी भी वो क्या है, कौन है, सारा आराधना को स्वीकारने का योग्य प्रभु है। ये बात को विशेषता, मतलब परमेश्वर रहते समय में भी आराधना के योग्य है, मनुष्य रहते समय में भी आराधना के योग्य गुण को हम देखते हैं कि यीशु में हुआ। इसलिए हम मत्ती का 4 में भी पढ़ते समय में स्वर्गदूत लोग आके सेवा किया। बहुत से जगहों पर हम देखते कि यीशु को स्वर्गदूतों का सेवा मिला। तो ये सब क्या, स्वर्गदूत लोगों ने इस रीति से यीशु में उनका मनुष्य रूप में भी और परमेश्वर का अवस्था में भी दोनों रूप में आराधना का योग्य है करके ये बात को स्वर्गदूतों ने देखकर समझा। അപ്പൊ ഉസിയാവ് എന്ന് പറയുന്ന രാജാവ് രാജ്യം ഭരിത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ദർശനങ്ങളോ ഇടപാടുകളോ അവിടെ യെശയ്യാ പ്രവാചകന് ഇസ്രായേൽ കിട്ടാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. तो एक समय था जहां पर इस्राएली लोगों को परमेश्वर का कोई भी प्रकार का दर्शन, प्रकटीकरण, स्वप्न, दर्शन, कुछ भी बात नहीं मिलते समय, क्योंकि जब तक उसिया राजा वहां पर जिंदा था तब तक परमेश्वर का कोई भी प्रकटीकरण इस्राएली लोगों को नहीं मिला। मरने के बाद था यशायाह भविष्यवक्ता को प्रकट हुआ। അതിന്റെ കാരണം അവിടെ നമ്മൾ 2 ദിനവൃത്താന്തം 26:16 വാക്യത്തിൽ വായിക്കുമ്പോൾ, दूसरा इतिहास 26 का 11 में जब पढ़ते समय में उसका कारण को हम देखते हैं। 16 26 का 16 में അവിടെ അവൻ ആദ്യം പ്രബലനായ ഒരു രാജാവായിരുന്നില്ല. तो एक समय में उसे जो राजा था वो प्रभावशाली राजा नहीं था, എന്നാൽ അവന് പൈസ ഉണ്ടായപ്പോൾ, അവൻ രാജ്യത്ത് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ, അനേക സൈന്യങ്ങളെ സമ്പാദിച്ചു, അവൻ ബലവാനായി തീർന്നു. അവൻ ബലവാനായി തീർന്നപ്പോൾ 26:16 വായിക്കുകയാണ്, അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവിടെ നോക്കുക, ഈ സാത്താനും അങ്ങനെ ആയിരുന്നു. അവനെ സൃഷ്ടിച്ച നാളിൽ നിഗളം ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലക്രമേണ നിഗളം ആവിർഭവിച്ചതുപോലെ മനുഷ്യ ഹൃദയത്തിലെല്ലാം ഒരു നിഗളത്തിന്റെ ഭാവം വന്നു കഴിയുന്ന സ്ഥിതി. അപ്പോൾ എങ്ങനെയാണ് ദൈവം ഈ നിഗളത്തെ കാണുന്നത്? അപ്പം പുരോഹിതന്മാര് മാത്രം കഴിക്കേണ്ട ധൂപപീഠത്തിലേക്ക് ഇദ്ദേഹം കയറി നിന്നപ്പോൾ, താൻ തന്നെത്താൻ ഉയർത്തി അഹങ്കരിച്ചപ്പോൾ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. അപ്പൊ കുഷ്ഠം എന്ന് കാണിക്കുന്നത് പാപത്തിന്റെ അല്ല, നിഗളത്തിൻ്റെതായിരിക്കുന്ന ചിത്രീകരണമായിട്ടാണ് വേദപുസ്തകം വെളിപ്പെടുന്നത്. तो वहां पर उजिया राजा का गिरावट को हम देखते हैं। एक समय में वो इतना बड़ा महान राजा नहीं था, बट आगे चलकर वो जब उसने धन इकट्ठा करने लगा, अपना सेना को बलवान करने लगा, इस सब रीति से वो अधिकार में बड़ा बड़ा होते समय में वो क्या हो गया, वाक्य 16 में हम पढ़ते हैं कि परंतु जब वो सामर्थ्य हो गया तब उसका मन फूल उठा, यानी कि उसका मन तभी विनाश के लिए फूल उठा है कोई परिभाषा में। तो इस रीति से यहाँ पर शैतान का स्वभाव जैसे ही हुआ, परमेश्वर ने जब शैतान को बनाया उसको सीधा बनाया था, लेकिन आगे चलकर फूल जाने की वजह से या घमंडी और अहंकारी होने की वजह से अधर्मी वो हो गया। उसी रीति से राजा का भी मन इस रीति से ऐसा हो गया। तो उसने क्या किया, उसने जो धूप मंदिर में जो धूप जलाना चाहिए था वो काम को जो याजक लोग करते हैं, वो ये राजा ने खुद जाकर यहोवा का मंदिर में जाकर धूप जलाने के जब उसने कार्य किया तो परमेश्वर उसके खिलाफ हो गया। और क्या किया, उसको कोड़े का बीमारी का उसको माथे में कोड़े का बीमारी का शुरुआत हुआ। तो कोड़े का बीमारी उस पाप, उसने किया हुआ गलती या उसने किया हुआ पाप के विरुद्ध प्रकट हुआ एक बीमारी है, कोड़े की बीमारी। यानी कि क्या, पाप यानी कि क्या, जो बलवा करने का, यानी कि जो घमंडी होने का, अहंकारी होने का जो स्वभाव को का परिणाम है कोड़े का बीमारी। അവനെ ആലയത്തിൽ നിന്നും അവനെ പൃഷ്ഠനാക്കി അവനെ പുറത്താക്കി എന്ന് വായിക്കുന്നു. और फिर हम देखते हैं कि जैसे ही उसके अंदर कोड़े का बीमारी का लक्षण उसमें दिखाई दिया तो तुरंत उसको मंदिर से बाहर किया। അപ്പോൾ പുതിയ നിയമസഭയെ പണിയപ്പെടുമ്പോൾ ഒരു അഹങ്കാരി അല്ലെങ്കിൽ ഒരു നിഗളി എന്നുള്ള നിലയിൽ ആർക്കും സഭയിലെ അംഗമാകാൻ കഴിയത്തില്ല. ഈ സത്യം അപ്പോസ്തലനായ പൗലോസ് കണ്ടപ്പോൾ അവൻ പറയുകയാണ്,
ഞാൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്നു, ആ നിഗളികളിൽ ഞാൻ ഒന്നാമനാണ്. എന്നാൽ ആ, അവൻ തന്നെത്താൻ താഴ്ത്തി, അവൻ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും അവന്റെ അഹങ്കാരമുണ്ടെന്നും, എന്നാൽ ഇതിന് പരിഹാരം കർത്താവായ യേശുവിന്റെ കാൽക്കൽ വീണ് യേശുക്രിസ്തുവിന്റെ കാൽക്കൽ അവന്റെ ദാസനായി തീരുന്നതാണ്. ആ ക്രൂശിൽ കർത്താവായ യേശു നിവർത്തിച്ച വേലയോടുള്ള ബന്ധത്തിൽ താഴ്മ ധരിച്ചവനായ ക്രിസ്തു ഈ നിഗളികൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത് രക്ഷയായി തീർക്കാൻ, രക്ഷയായിട്ട് സ്വീകരിക്കാൻ ഒരാൾ വിനയം കാണിച്ചാൽ, താഴ്മ കാണിച്ചാൽ ആ യേശു ക്രിസ്തുവിന്റെ രക്ഷ അവന് സൗജന്യമായി ലഭിക്കും എന്നുള്ളതിന്റെ സുവിശേഷീകരണമാണ് പൗലോസ് സുവിശേഷത്തിൽ എന്റെ സുവിശേഷം എന്ന് പറയുന്നത്. तो जिस रीति से पुराने नियम में भी अहंकारी का स्वभाव का परिणाम की वजह से कोड़े का बीमारी का लक्षण हुआ तो मंदिर से उसको बाहर निकाला गया था, वही तत्व हम लोग नए नियम में कलीसिया का बांधकाम में भी हम देखते समय में, जब भी कलीसिया का बांधकाम करते समय में कोई अहंकारी जो अहंकार से भरा हुआ फूला हुआ व्यक्ति को प्रभु इस्तेमाल नहीं करता मंदिर का काम के लिए। तो ये बात का पहचान जब पौलुस को समझ में आया तो वो उस विषय में गवाही देता है कि हे प्रभु, एक समय में मैं जो अहंकारी, घमंडी और परमेश्वर के खिलाफ बलवा करने वाला स्वभाव, उस पापियों में मैं जो प्रधान था, मुख्य था, वो तो पौलुस अपने उसने जब ये बात को समझा कि वो बलवा का स्वभाव उसको सर से लेकर पैर तक पूर्ण रीति से वो स्वभाव को उसने अपने आप को नम्र कर कर, दीन कर कर, प्रभु का नम्रता, प्रभु का उस महिमा के सामने वो झुक कर वो समझ गया कि वो कितना दीन है। इस रीति से है प्रभु का जो सच्चा सुसमाचार का विशेषता का खासियत गुण इस बात में है कि हमारे अंदर का सब प्रकार का घमंड और अहंकार को तोड़कर नम्र और दीन कर कर, झुका कर, आधीन करने का एक स्वभाव है प्रभु का सुसमाचार, जो पौलुस ने कहता है कि मेरे सुसमाचार के द्वारा ये प्रभु न्याय करेगा। मतलब क्या कि वो एक प्रभु जो विश्वासियों के जीवन में सबसे बड़ा जो काम होता है वो ये है कि अहंकारी मन को नम्र करता है। അപ്പൊ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ റോമലേഖനം 8-3 നമ്മൾ വായിക്കുന്നത്, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയിൽ പാപത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയുടെ നിഗളത്തെ, ആ നിഗളത്തിന് വരേണ്ട ശിക്ഷ അല്ലെങ്കിൽ സാത്താന് വരേണ്ട ശിക്ഷ യേശുക്രിസ്തുവിൽ വരുത്തിയിട്ട് ആ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ടാണ് യേശു താഴ്മ ധരിച്ച് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അല്ലെങ്കിൽ നിഗളത്തിന് ഓപ്പോസിറ്റായ അനുസരണമുള്ളവനായി തീർന്നു എന്ന് വായിക്കുന്നു. इसलिए रोमियो का पुस्तक 8:3 में हम पढ़ते समय में, जहां पर जो पाप का बलिदान करने के मनुष्य जात जो पाप से भरा हुआ था, उस बात को मनुष्य को बचाने के लिए, पाप से बना हुआ था मतलब क्या, अहंकार से भरा हुआ था, घमंड का स्वभाव से बना हुआ था, उस बात को तोड़ने के लिए पाप का बलिदान हुआ। वो पाप का बलिदान मतलब अहंकार के विषय में, जो घमंडी का स्वभाव के विषय में जो उसका हल चाहिए था, वो बलिदान प्रभु यीशु मसीह होकर शैतान के द्वारा आया हुआ पाप, शैतान के द्वारा फैला हुआ जो घमंडी स्वभाव का ये पाप को प्रभु यीशु मसीह था दुनिया में मनुष्य बनकर आकर, नम्र होकर, दीन होकर, जो घमंड का स्वभाव है उसका विपरीत उल्टा नम्रता का स्वभाव में वो आकर क्रूश में मरकर हमारे जीवन में, हमारे अंदर जो पाप यानी कि घमंड का जो हल चाहिए था वो अपने बलिदान के द्वारा प्रभु ने हमको करके दिया। ഇപ്പോള് നമ്മള് വിശ്വാസത്തിന്റെ മർമ്മം അല്ലെങ്കിൽ അതൊരു വിശ്വാസത്തിന്റെ മർമ്മം എന്നൊരു ഭാഗം നമ്മൾ 1 തീമോത്തിയോസ് 3:9 വായിക്കുന്നുണ്ട്. पहला तिमोथी 3:9 में पढ़ते समय में विश्वास का भी भेद है करके हम पढ़ते हैं। നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അതെന്താണ്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് ഒരു മർമ്മമുണ്ട്, അതെന്താണെന്ന് ഗ്രഹിക്കണം എന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. तो इसके लिए पौलुस वहां पर पहला तिमोथी 3:9 में प्रभु यीशु मसीह ने जो कार्य किया है उस कार्य को समझने के लिए विश्वास करना हमें जरूरी। तो विश्वास में क्या भेद है, उसमें क्या क्या बातें छुपा हुआ है, वो हर एक विश्वासी जानना चाहिए करके ऐसा पौलुस कहता है। അപ്പോൾ ഇവിടെ 1 തീമോത്തിയോസ് അതിന്റെ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത് പുതിയ ശിഷ്യനെ അല്ലെങ്കിൽ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടു വന്ന ഒരാളെ ഉടനെ തന്നെ സഭയിലെ മൂപ്പനാക്കുന്ന വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിഗളിച്ചിട്ട് പിശാചിനു വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. 3:6 पढ़ेंगे, पहला तिमोथी 3:6। फिर यह कि नया चेला न हो, ऐसा न हो कि अभिमान करके शैतान का सा दंड पाए। तो यहाँ पर अध्यक्ष बनाने के विषय में बोला गया है। अध्यक्ष बनते समय में ध्यान रखना कि कोई नया व्यक्ति, नया विश्वासी ना रहे जो अभी भी विश्वास में
ऐसा विश्वासी को तुरंत इतना बड़ा अधिकार ना दे, क्योंकि शैतान के जीवन में जो अभिमानी होकर, घमंडी होकर, अहंकारी होकर जो उसको दंड आया, ऐसा दंड वो विश्वासी के ऊपर नहीं आने के लिए उसको अधिकार में नहीं देना। അപ്പൊ അതാണ് നമ്മള് അപ്പൊ അവരെ പരീക്ഷിക്കണം. അവരെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. इसके लिए 9 में हम पढ़ते समय में ये विश्वास का भेद का जो विषय में वो जानने के लिए उसको परखना जरूरी है, उसको उस अवसर में वो जानना जरूरी है, वो भेद क्या है അപ്പൊ करके। അപ്പൊ എന്താണ് വിശ്വാസത്തിന്റെ മർമ്മം? विश्वास का भेद क्या है? ആ വിശ്വാസത്തിന്റെ മർമ്മമാണ് ഭക്തിയുടെ മർമ്മമായിട്ട്. കാരണം യേശു ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ ആ താഴ്ത്തിയത് എന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അല്ലെങ്കിൽ അവൻ കാൽവരി ക്രൂശിൽ ന്യായം വിധിക്കപ്പെട്ടപ്പോൾ എന്നിൽ വന്നു ചേർന്ന നിഗളത്തെ ദൈവം ന്യായം വിധിച്ചു. അപ്പൊ ആ നിഗളത്തെ ന്യായം വിധിച്ചു എന്നുള്ള വിശ്വാസത്തിന്റെ തിട്ടം അവൻ അറിഞ്ഞില്ല എങ്കിൽ അവന് പിന്നിലും അവനൊരു മൂപ്പനായിരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് ദൈവത്തിന്റെ ദാസൻ അവിടെ വെളിപ്പെടുന്നത്. तो विश्वास का भेद को अगर हम समझने के लिए वो भक्ति के भेद के साथ जुड़ा हुआ बात है। तो भक्ति का भेद में क्या था कि प्रभु यीशु मसीह परमेश्वर होने पर भी मनुष्य बनकर नम्र होकर दीन हुआ। तो वो नम्र हो जाना, नम्र बने रहना, विश्वासी हो जाने के बाद विश्वासी ये समझना चाहिए कि वो विश्वास करते समय में हमेशा नम्र और दीनता का स्वभाव में हमें रहना है। जैसा यीशु मसीह नम्र था, उसी रीति से है वो विश्वासी नम्र और दीनता में वो अपना विश्वासी जीवन चलना चाहिए। उसका चाल चलन उस नम्रता के स्वभाव के अधीन है। ऐसा नम्रता के और दीनता के स्वभाव में बने रहने वाला विश्वासी ही अध्यक्ष बनकर मंडली को चलाने का स्वभाव रख सकता है, क्योंकि वही ऐसा व्यक्ति है, योग्य व्यक्ति, जैसा प्रभु के समान मंडली को चलाने का वो स्वभाव उसमें रहता है। अगर उसमें ये दीनता ही अगर उसमें नहीं है, लेकिन अभिमान से भरकर घमंडी हो गया है, तो मंडली को चलाने के लिए ऐसा विश्वासी योग्य नहीं है। അപ്പോൾ ഒരാള് പാപത്തിന് പരിഹാരം വരുത്തുക എന്ന് പറഞ്ഞാൽ അവന്റെ നിഗളത്തിന് പരിഹാരം വരുത്തത് കണ്ട് വിശ്വസിക്കുക. കാരണം ആ നിഗളത്തിന്മേൽ ദൈവം ന്യായവിധി വെച്ചു. അതാണ് ക്രൂശിന്റെ വചനം. അപ്പൊ तो ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും നിഗളം നമ്മളിലെ വരുന്നെങ്കിൽ ആ ക്രൂശിനോട് പിന്നെയും പിന്നെയും ഏകീഭവിച്ച് സത്യത്തിലേക്ക് അവരെ നയിക്കണം. അതാണ് നമ്മളെ 2 തീമോഥെയോസ് 2:24 വാക്യത്തിൽ വായിക്കുമ്പോൾ. इसके लिए विश्वास का भेद इस आधार पर है कि जिस रीति से प्रभु यीशु मसीह नम्र था, ये वो विश्वासी को देखना है कि मेरा पाप का और गुनाह के लिए, यानी कि मैं जो मेरे अंदर जो घमंड स्वभाव है उसका बलिदान प्रभु यीशु मसीह को लेना पड़ा। ये वो विश्वासी उस बलिदान में वो देख रहा है कि मेरा पाप का सजा, मेरा घमंड का स्वभाव यीशु मसीह को दिया गया था, जिसके वजह से मैं बच गया करके ये वो विश्वास कर रहा है प्रभु का उस कार्य को देख कर की, और जिसके वजह से प्रभु ने मुझे उस स्वभाव से, गुण से बचाया। यदि उसमें उसको बढ़ना है तो विश्वासी क्या करना पड़ेगा? प्रतिदिन प्रति समय उस क्रूश को उठाकर उसको चलते रहना है। विश्वासी का यही लक्ष्य है कि वो प्रतिदिन क्रूश उठाए। मतलब क्या? क्रूश में उसका घमंड का स्वभाव का और अपने आप को अहंकार करने का स्वभाव को तोड़कर प्रभु ने नम्र किया, इसलिए हम प्रतिदिन क्रूश उठाकर चलना है। इस विषय में पौलुस 2 तिमोथी 2 अध्याय में भी पढ़ते समय में हम देखते हैं। 2 തീമോത്തി 2:24 വായിക്കുകയാണ്. 2 तिमोथी 2 का 24 में, കാരണം വിശ്വാസന മർമ്മം ഹൃദയത്തിൽ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദാസൻ ശണ്ടയിടാത്തവനും എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി ഇരിക്കണം. तो विश्वास का भेद ये है कि वो प्रभु का दास वो समझना चाहिए कि प्रभु का स्वभाव क्या है और वो गुण क्या होना चाहिए। 2 तिमोथी 2 का 24-25 पढ़े। और प्रभु के दास को झगड़ालू होना न चाहिए, पर सबके साथ कोमल और शिक्षा में निपुण और सहनशील हो, और विरोधियों को नम्रता से समझाए। बस बस बस। അപ്പോൾ അവിടെ നമ്മള് 2 തീമോത്തിയോസ് 3 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വായിക്കുന്നത്, और 2 तिमोथी 3 का 1 में भी हम पढ़ते हैं। അവിടെ ദുർഘട സമയം വരുമെന്ന് പറയും. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അജേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാർഢ്യക്കാരും നികളും. അപ്പം ഇതെല്ലാം പറഞ്ഞു വരുന്നത് സഭയിൽ ഇങ്ങനെയുള്ളവരുള്ളെങ്കിൽ അത് അതിന്റെ അതിനോടുള്ള ബന്ധത്തിലാണ് 2 തീമോത്തി 2:25 വായിക്കുന്നത്. तो अंतिम समय में परिणाम ऐसा होगा, अवस्था ऐसा होगा। 2 तिमोथी 3 का 1, 2, 3 पढ़ेंगे। पर यह जानकर के अंतिम दिनों में कठिन समय आएंगे, क्योंकि मनुष्य अपस्वार्थी, लोभी, बेईमानी, निंदक, माता पिता की आज्ञा टालने वाले, कृतज्ञ, अपवित्र, दया रहित, क्षमा रहित, दोष लगाने वाले, असंयमी, कठोर, भले के बैरी,
विश्वासघाती, ढीठ, घमंडी और परमेश्वर के नहीं वरन सुख विलास ही के चाहने वाले तो होंगे। ये सब प्रकार के विश्वासी लोग जब अंतिम समय में कलीसिया में भर जाएगा, तभी हम लोग उसके विषय में दूसरा तिमोथी दूसरा अध्याय चैप्टर 2 वर्स 25. 2 का 25 भी पढ़ना। അപ്പം വിരോധികൾ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നവരാണ്. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനം. എന്താണ് സത്യത്തിന്റെ പരിജ്ഞാനം? കാരണം കർത്താവായ യേശു ക്രിസ്തു താഴ്മ ധരിച്ചവനായി വന്ന് ക്രൂശിൽ മരിച്ച് താഴ്മയുടെ വശത്തിലൂടെ പാപത്തിന് അല്ലെങ്കിൽ നിഗളത്തിന് പരിഹാരം വരുത്തത് മനസ്സിലാക്കാതെ അവർ മാനസാന്തരപ്പെടാതെ പിശാചിനാൽ പിടിക്കപ്പെട്ട് നിഗളികളായി തീർന്നു. അതാണ് 2:25 വായിക്കുന്നത്. 25-26 पढ़े, 25-26। और विरोधियों को नम्रता से समझाए, क्या जाने परमेश्वर उन्हें मन फिराव का मन दे कि वे भी सत्य को पहचाने और इसके द्वारा उसकी इच्छा पूरी करने के लिए सचेत होकर शैतान के फंदे से छूट जाए। तो वहां पर क्या, इसलिए सत्य को वो पहचान है, इसलिए एक विश्वासी सबसे बड़ा ये स्वभाव में वो बनना है कि वो सत्य का पहचान में होना है। तो जब अध्यक्ष लोग इस रीति से सेवा करते समय में उन लोग का लक्ष्य क्या होना चाहिए? विश्वास, बाकी लोग जो विरोधी लोग आएंगे, वो लोग विरोधी लोग कौन है? विश्वासी लोग ही है, जो घमंडी, अहंकारी और ढीठ का स्वभाव लेकर वो लोग मंडली में आकर कार्य करते समय में, ऐसे समय में अध्यक्ष का सबसे बड़ा जिम्मेदारी होता है कि ऐसे विरोधी लोगों को कैसा करना, नम्रता में वो उनको समझाकर और सत्य को पहचान दिला के। सत्य का पहचान मतलब क्या कि यीशु मसीह किस रीति से इस दुनिया में जिया, नम्रता और दीनता का स्वभाव में जीकर यीशु मसीह का क्या स्वभाव है, वही स्वभाव को विश्वासी के जीवन में पहचान लाकर, अगर ऐसा पहचान वो सुनने वाला विश्वासी लोग सुनकर अपने आप को नम्र करेंगे, तो वो लोग क्या होगा, इस रीति से वो लोग सत्य से का वचन को मानकर वो लोग एक बहुत बड़ा फंदा जो शैतान ला रहा था, यानी शैतान क्या करने वाला था, उसके स्वभाव, उसके जीवन में घमंड और अहंकार का स्वभाव लाकर उसको दूर करने जा रहा था, उस स्वभाव से वो बचकर मन फिरकर शैतान के फंदे से बाहर आकर एक सच्चा मसीह जीवन जी सकता है जिसमें नम्रता से भरा हुआ है। അപ്പം സൗമ്യതയോടെ ജഡത്തിൽ വെളിപ്പെട്ട എന്തെങ്കിലും നമ്മൾ തീമോഥെയോസ് 3:16 വായിച്ച ആ ഭക്തിയുടെ മർമ്മം എന്താണെന്ന്, ഈ ക്രിസ്തു എന്താണ്, അതാണ് സഭയുടെ നായകൻ. ക്രിസ്തുവിന്റെ സഭയുടെ നായകനായിരിക്കുന്നതിന് നിഗളമില്ല. അപ്പൊ സഭയിലെ ആ ശിരസിന് കീഴ്പ്പെട്ടിരിക്കുന്ന അംഗങ്ങൾക്ക് ആ നിഗളം വിച്ഛേദിക്കപ്പെടണം, അതിന് രൂപാന്തരം വരണം. ഇത് സൗമ്യതയോടെ പഠിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയില്ല എങ്കിൽ സഭ അല്ലെങ്കിൽ നമ്മളെ ഉസിയാവിനെ കണ്ടതുപോലെ നിഗളം എന്നുള്ളൊരു നിലയിൽ ദൈവത്തിന് നമ്മളെ കെട്ടിപ്പണിയാൻ കഴിയുകയില്ല. പിന്നെയും നമ്മൾ തുടർമാനമായി ക്രൂശ് പ്രവർത്തിക്കുകയും നിഗളഭാവം നമ്മളിൽ കുറഞ്ഞു വരികയും ക്രിസ്തുവിന്റെ താഴ്മ നമ്മൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു രൂപാന്തരത്തിന്റെ ഘട്ടത്തിലാണ് സഭ എപ്പോഴും ആയിരിക്കേണ്ടത്. इसके लिए कलीसिया मंडली का अध्यक्ष को ये बहुत बड़ा जिम्मेदारी है कि उन लोग सभी विश्वासी लोग, मंडली में आने वाला, कलीसिया में आने वाला हर एक विश्वासियों को इस रीति से भक्ति का भेद को वो विश्वासियों को पहचाने के, समझाकर, शिक्षण देकर उनका बढ़ोतरी करे। इसलिए अध्यक्ष खुद नम्रता और दीनता का स्वभाव में वो बने रहकर, मसीह का स्वभाव जैसा है वैसे अध्यक्ष भी खुद उसी नम्रता और दीनता का स्वभाव में बने रहकर प्रभु का वही गुण विशेषता को रहकर मंडली को चलाना चाहिए। अगर इस तो ताकि वो बाकी भाइयों को भी भक्ति का वो भेद को वो समझा सके, लोगों को प्रभु इस रीति से घमंड और अहंकार जो शैतान फंदा लगाकर विश्वासियों को गिराने देखता है उससे वो बचाने के लिए सक्षम रह सके। लेकिन अगर अध्यक्ष ही अगर इस मुकम में अगर वो योग्य नहीं है, क्वालिफाइड नहीं है, तो क्या होगा, उसिया राजा के समान वो खुद घमंड और अहंकारी होकर क्या होगा, उसका भी गिरावट का और मंडली का गिरावट का भी कारण हो जाएगा। അപ്പം എന്റെ മുഖം എടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് കർത്താവ് സഭയുടെ അടിസ്ഥാന പണിക്ക് പറയുമ്പോൾ മത്തായി സുവിശേഷം 11:29 പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പൊ ഞാൻ എങ്ങനെ താഴ്മയുള്ളവനാകുന്നു എന്ന് കർത്താവിനെ കുറിച്ച് പഠിച്ച് ഗ്രഹിച്ച് ആ ഒരു നിലയിലേക്ക് രൂപാന്തരപ്പെടുന്ന ഒരു സ്ഥിതിയിൽ നിഗളം കുറഞ്ഞു വരികയും ക്രിസ്തുവിന്റെ താഴ്മ നമ്മൾ വർദ്ധിക്കുകയും ചെയ്യാണ്. കാരണം സഭയുടെ ശിരസായിരിക്കുന്നതിന് ഒട്ടും നിഗളമില്ല. तो इसके लिए मंडली का बांधकाम का विषय में सबसे बड़ा गुण विशेषता का गुण का वचन जो प्रभु ने चेलों को देते समय में एक बात कहा है, वो है मत्ती 11:29 में कि मेरा जुआ उठाकर चलो और तुम मुझसे सीखो। तो प्रभु से हमें सीखना है। प्रभु क्या था, सीखते प्रभु, क्योंकि मैं नम्र और मन का दीन हूं। तो ये है प्रभु का, मसीह का असली स्वभाव। ये बात को है क्रूस को उठाकर हमें प्रतिदिन चलते समय में मसीह का इस रूप में हम लोग अनुरूप होकर हमें चलना है, ताकि विश्वासी लोग शैतान का फंदे का घमंड में ना वो लोग फंसे, बल्कि मसीह के स्वभाव में जो उनके रूप में
जो नम्रता और दीनता का स्वभाव, उसमें वो लोग अनुरूप हो जाए। तो जब मंडली का सर ही, प्रधान, जो मंडली का प्रधान है, अगर वही नम्र और दीन है, तो विश्वासी लोग भी उसी स्वभाव में बढ़ना है। അപ്പൊ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറയുമ്പോൾ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി, ഈ പാറ എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. താഴ്മയുള്ളവനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് താഴ്മയുള്ളവനായ ഈ ക്രിസ്തുവിനോട് ചേർത്താണ് നമ്മളെയും പണിയുന്നത്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ. അപ്പോൾ ആ ജീവൻ കിട്ടുന്നത് എവിടെയാണ്? നികളം മാറി താഴ്മയുടെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ്. നമുക്ക് ആ താഴ്മയിലേക്ക് വരാനാണ് കർത്താവ് ജീവൻ തരുന്നത്. ക്രിസ്തുവിന്റെ ജീവനിൽ നികളമില്ല. അതുകൊണ്ടാണ് നമ്മള് ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിലുള്ളവർക്ക് ദൈവത്തെ അനുസരിപ്പാൻ കഴിയുകയില്ല. അപ്പൊ നമ്മളിൽ ഇപ്പോഴും ആ ജഡത്തിന്റെ സ്വഭാവമുണ്ട്, നമുക്ക് ക്രിസ്തുവിന്റെ ജീവനുമുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വർദ്ധിച്ചു വർദ്ധിച്ച് പാതാള ഗോപുരങ്ങൾ നമ്മളെ തോൽപ്പിക്കാതെ വണ്ണം ക്രിസ്തുവിന്റെ താഴ്മ വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ, താഴ്മ സാത്താന് ഭയങ്കര എതിർപ്പുള്ള ഒരു കാര്യമാണ്, സാത്താൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മളെ വിട്ട് ഓടിപ്പോകുന്നതാണ് താഴ്മ കാണുമ്പോൾ. അപ്പൊ ക്രിസ്തുവിനെ നമ്മളിൽ കണ്ടാൽ, ക്രിസ്തുവിന്റെ താഴ്മ നമ്മളിൽ കണ്ടാൽ സാത്താൻ നമ്മൾ ജയിക്കത്തില്ല. സാത്താനെ തോൽപ്പിക്കുന്നവരാണ് അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മ ധരിച്ചവരായിട്ട് തീരുമ്പോൾ ഇത് സംഭവിക്കുന്നത്. इसके लिए प्रभु ने जैसा कहा कि मैं मेरा कलीसिया को बांधूंगा और नरक के फाटक उसमें प्रबल नहीं होंगे, तो प्रभु अपना कलीसिया को बांध रहा है, और वो उस चट्टान में बांध रहा है कि मैं इस चट्टान में बांधूंगा। मतलब क्या? वो चट्टान मसीह स्वयं ही है। जो मसीह ने जो गवाही दिया, मसीह ने जो कार्य किया, उस चट्टान के आधार पर उनका स्वभाव और गुण विशेषता क्या था? वो नम्र और दीन का स्वभाव व्यक्ति था, जो अपने आप को नम्र होकर, दीन होकर, पिता परमेश्वर की इच्छा को पूरा कर कर जीने वाला, उस प्रभु के उस गुण विशेषता के आधार पर है प्रभु अपना मंडली के विश्वासियों को बांध काम कर रहा है। तो विश्वासी लोग भी उसी गुणों विशेषता से ही, जो मसीह का स्वभाव है, उसी में बनना है, उसी में ही, वही तो ही उन लोग का मंडली का उनके अंदर मंडली का बांधकाम का कार्य पूरा होगा। ऐसा जितना हम लोग हमारे, इसलिए हर एक विश्वासियों के जीवन में नम्रता और दीनता बढ़ते रहना है, और घमंड और अहंकारी फूलने का स्वभाव कम 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 होते जाना है। जितना हमें नम्रता और दीनता बढ़ते बढ़ते रहेगा, उतना नरक के फाटक हमें प्रबल नहीं होगा। बल्कि शैतान को सबसे गुस्सा लाने वाला स्वभाव है, शैतान को सबसे बड़ा विरुद्ध स्वभाव है नम्रता का स्वभाव। शैतान जो पसंद नहीं करता, जितना हमें नम्रता और दीनता बढ़ते रहेगा, मसीह का स्वभाव में बढ़ते रहेंगे, उतना शैतान दूर होते रहेगा। तो हम लोग वो लोग हैं, इस पहचान में हमें आकर विश्वासी को मसीह के समान, मसीह में नम्र होकर मसीह का उस पहचान के बढ़ोतरी में हमें बढ़ना है। അപ്പൊ എന്റെ മുഖം എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ താഴ്മയുള്ളവരാക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശ്. ആ ക്രൂശിനോട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ നമ്മുടെ നിഗളം കുറഞ്ഞു കുറഞ്ഞു വരികയും ക്രിസ്തുവിന്റെ കൃപ വർദ്ധിച്ച്, ക്രിസ്തുവിന്റെ താഴ്മ, വിനയം, അവനെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ വർദ്ധിച്ചു വർദ്ധിച്ച് ദൈവത്തിന് ഫലം കായ്ക്കുന്ന നിലയിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ സഭാജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരും. इसके लिए मेरा जुआ उठाकर चलो, मतलब क्या कि प्रभु ने जो हमें क्रूज दिया है, उस क्रूज पे जहां पर नम्रता और दीनता का स्वभाव से भरा हुआ है, उस स्वभाव को में हमें बढ़ने का गुण विशेषता में हमें आना है। क्योंकि शारीरिक व्यक्ति कभी भी प्रभु का इस गुण विशेषता में नहीं चल सकता, क्योंकि शारीरिक शरीर में मन लगाना मृत्यु है। और इसलिए आत्मिक रहना है तो प्रतिदिन क्रूज उठाकर प्रभु ने दिया हुआ जुआ को उठाकर चलने वाला व्यक्ति ही मंडली का सच्चा गुण विशेषता, जो जहां पर नम्रता और दीनता का बढ़ोतरी का काम है, जहां पर प्रभु हमें बांधकाम कर रहा है, वो उस विश्वासी में आकर उसमें बढ़ते रहेगा। और शैतान का इस रीति से, अहंकारी से, वो घमंडी स्वभाव से दूर होकर नम्रता में बढ़ते रहेगा। ഇപ്പൊ സഭയിൽ നമ്മൾ ആരും യേശുവിനെ പോലെ നിഗളയില്ലാത്തവരായിട്ടല്ല. നമ്മളിൽ അതുണ്ട്. അത് പൊങ്ങി വരുമ്പോൾ ക്രൂശ് ഉപയോഗിക്കാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ ക്രൂശിൽ അതിന്റെ ശിരച്ഛേദം മാറി ആദാം എന്ന നിഗളിയിൽ നിന്നും ക്രിസ്തു എന്ന താഴ്മയുള്ള ശിരസിനോട് എന്നെ ചേർത്ത് വെച്ചു എന്നുള്ളത് അറിഞ്ഞാൽ, ആ ശിരസിൽ ഒഴുകുന്ന താഴ്മ, വിനയം, ആത്മാവിന്റെ സകല ഗുണങ്ങളും കൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ സഭ നിറയുക, അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാനുള്ള ഒരു പാത്രമായിട്ട് നമ്മൾ ആയിത്തീരുന്നത് ക്രിസ്തുവിന്റെ താഴ്മയുടെ കീഴെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ താഴ്മയായി ധരിക്കുന്നതിലൂടെയാണ്. तो इसलिए मंडली जीवन इसलिए सबसे श्रेष्ठ जीवन है। मंडली में, कलीसिया में ऐसा कोई नहीं बोल सकता कि मैं एकदम सिद्ध हो चुका हूं, मेरे में नम्रता पूरा रीति से आ गया, ऐसा नहीं कभी बोल सकता। क्योंकि कभी ना तो कभी उसके जीवन में घमंड और अहंकार का स्वभाव उसके जीवन में आ सकता है। तो ऐसे समय में इस बात को पहचान कर प्रभु ने हमें दिया हुआ जो शिक्षण है, जो क्रूस का संदेश है, जो जुआ है, उसको हम लोग उठाकर अपने आप को नम्रता और दीनता का स्वभाव में बढ़ना है, ताकि हम लोग मसीह का उस उपदेश में हम लोग बने रहकर प्रभु जो हमारे अंदर बढ़ोतरी बढ़ाना चाहता है, उसमें हम लोग बढ़ सके।
അതുകൊണ്ടാണ് നമ്മൾ എക്ലേസ്യാസിൽ വായിക്കുന്നുണ്ട്, ജനന ദിവസത്തേക്കാൾ മരണ ദിവസം ഏറ്റവും നല്ലത്. കാരണം നമ്മള് പാപികൾ എന്നുള്ള രീതിയിലാണ് ജനിക്കുന്നത്, അത് നിഗളമുള്ളവരായിട്ട് ജനിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ഭാവത്തിൽ വന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ, ക്രൂശിൽ ഓരോ ദിവസവും മരിച്ചു മരിച്ച് ഒരു ദിവസം നമ്മൾ ഈ ശരീരത്തിൽ മരിക്കുമ്പോൾ, അത് നമ്മൾ നിഗളഭാവം മാറി ക്രിസ്തു സ്വഭാവമുള്ളവരായി തീരുന്ന ആ ദിവസം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ജനന ദിവസത്തേക്കാൾ നമ്മുടെ മരണ ദിവസം ഒരു ഭക്തനെ സംബന്ധിച്ചോളം ആ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറുന്നതാണ്. इसके लिए सभा उपदेश में हम लोग पढ़ते समय में वचन में ऐसा खत कहता है कि जन्मदिन से तो सबसे उत्तम उत्तम है मृत्यु का दिन। क्यों? क्योंकि जन्म का दिन में हमारा क्या होता है, हम लोग अहंकारी होकर आदम का स्वभाव से, जो अहंकारी और घमंडी का स्वभाव है, उस स्वभाव से हम बढ़कर आते हैं, बढ़ जन्म लेकर आते हैं। परंतु विश्वासी जन्म होने के बाद जब हम प्रभु यीशु मसीह को स्वीकार कर उनका मृत्यु को जब हम अपनाते हैं, उसका क्रूस के साथ जब संयोग होकर एक हो जाते हैं, प्रतिदिन हम लोग नम्र और दीन होकर और अपना मृत्यु तक क्या हो जाता है हमारे लिए, उस नम्रता और दीनता का स्वभाव में हम बढ़ जाते हैं। ऐसा भक्त जो अपने मृत्यु समय में नया जन्म पाया हुआ विश्वासी है और उसने सचमुच नम्रता और दीनता में रहा है, वही सच्चा विश्वासी परमेश्वर के नजर में उसका मृत्यु बहुत ही मूल्यवान है, क्योंकि उसने अपने जीवन के समय में घमंड को छोड़कर नम्रता को उसने अपनाया। അവസാനമായിട്ട് നമ്മൾ കാണുകയാണ്, ഈ താഴ്മ വരുന്നത് സ്നേഹത്തിൽ നിന്നാണ്. കാരണം ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എത്തിയാൽ നമ്മൾ ദൈവത്തെ അനുസരിക്കുന്ന താഴ്മ, ദൈവത്തിന് കീഴ്പ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിനെ അനുസരിക്കുന്ന അനുസരണം, അതാണ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരോട് പറയുമ്പോൾ, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ ആ സ്നേഹം ഗ്രഹിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ സഭ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അപ്പം സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ വശത്തുള്ള അനുസരണവും ഒരുമിച്ച് പോകുമ്പോഴാണ് ഒരു യഥാർത്ഥത്തിൽ സ്നേഹം നമ്മൾ ഗ്രഹിച്ചു, സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എത്തിയപ്പോൾ നമുക്ക് താഴ്മയുണ്ടായി. സ്നേഹം എത്തിയിട്ടും നിഗളമാണെങ്കിൽ നമ്മൾ ആ ക്രിസ്തുവിന്റെ രക്ഷയെ നമുക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. इसके लिए प्रियो, अंत में हमें ये कहना है कि जो सबसे बड़ा विशेष गुण जो नम्रता कौन सा स्वभाव से आता है, वो है प्रेम का स्वभाव से। तो जैसा प्रभु ने अपना मंडली को पूर्ण रीति से प्रेम किया, सच्चा मन से वो प्रेम किया, ताकि मंडली का ये जिम्मेदारी बनता है कि प्रभु को हर विषय में आज्ञाकारी होकर चलते रहे। तो ये इसलिए उदाहरण लेते, पति पत्नी का जीवन को भी उदाहरण लेते समय में, हे पतियों, तुम पत्नियों को ऐसा प्रेम करो जैसा प्रभु ने अपना कलीसिया से प्रेम किया। ये बात को पहचान समझकर जब पत्नियां ये बात जब पहचानता है कि किस रीति से प्रभु का प्रेम भरा हुआ है, तो उसके विपरीत में है पत्नियां क्या करता है, आज्ञाकारी होकर समर्पण करते हैं। तो यह है सच्चा मंडली का बांधकाम हमारे जीवन में हो रहा। तो प्रभु को जब हम देखते समय में, प्रभु का प्रेम जब हमें विवश करता है, तो जो कलीसिया के लोग हैं, प्रभु के मंडली के लोग हैं, उस प्रेम से पाया हुआ उस गुण को, उसके विपरीत में वो लोग क्या करते हैं, प्रभु के वचनों को, वाणियों को आज्ञा कर समर्पण करके जीते हैं। यही है सच्चा मंडली जीवन, कलीसिया जीवन का लक्ष्य। കർത്താവിനെ നമ്മൾ അനുസരിക്കും തോറും നിഗളഭാവം മാറി, ദാർഢ്യം മാറി, മത്സരം മാറി, നമ്മള് യേശുവിനെ പോലെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശുവിന്റെ രൂപത്തോട് അനുരൂപരാകാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു, നമ്മളെ അതിന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സഹോദരന്മാരെ. നമുക്ക് അതുകൊണ്ട് നമുക്ക് നിഗളികൾക്കുള്ള ന്യായവിധി ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ നിഗളികൾ എന്ന രീതിയിൽ ക്രൂശിൽ നമ്മുടെ ന്യായവിധി കഴിഞ്ഞു എന്ന് കണ്ട് ആ സ്നേഹ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അനുസരണമുള്ളവനായി ക്രിസ്തു രൂപത്തോട് അനുരൂപരാകാം. നമുക്ക് തമ്മിൽ അതിനായിട്ട് നമ്മളെ സഹായിക്കാം, നമുക്ക് അന്യോന്യം പ്രോത്സാഹിപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. उसके लिए प्रभु ने हमको जो कलीसिया जीवन दिया है, उसको हम लोग पहचानते हुए प्रतिदिन हम लोग प्रभु में समर्पण करते हुए नम्र और दीनता का उस गुण विशेषता में हम लोग बढ़ते रहे। जो प्रभु ने हमको कलीसिया जीवन देने का जो लक्ष्य, जो उद्देश्य है, उसमें हम लोग आए, एक दूसरे के साथ नम्र और दीनता में रहकर मंडली का बांधकाम में हम लोग सहयोग होकर बढ़ते रहे। इस विषय में प्रभु हम सबको सहायता करते हुए अपने आप को समर्पण करें। പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. प्रेज लॉर्ड। भाइयों में से कोई एक जन प्रार्थना कर लेना।